ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ ടോപ്പിക് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഫാമിലി ആൻഡ് ദ സൊസൈറ്റി. എന്തായിരിക്കും ഒരു പെൺകുട്ടി ആയിരിക്കുമ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെ കീപ്പ് ചെയ്യണം? നമ്മൾ ജനിച്ച ഫാമിലിയിൽ തന്നെ നമ്മൾ ഒരുപാട് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവ് വൈബിലും ഒരു പോസിറ്റീവ് എൻവയൺമെൻറ്റും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളായതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും കീപ്പ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചെന്ന് വരുന്ന ഫാമിലിയിൽ ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. എന്തുകൊണ്ട് ഈ എങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാം? ഇപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന ഫാമിലി എൻ്റയർലി ഡിഫറെൻറ്റ് കൾച്ചറായിരിക്കാം, നമ്മൾ ജനിച്ചു വളർന്ന സർക്കംസ്റ്റൻസ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കാം. എന്നിരുന്നാലും നമ്മൾ അവരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ സോഫ്റ്റായിട്ടും കൈൻഡായിട്ടൊക്കെ പെരുമാറാൻ ശ്രമിക്കുക. ഇനി അതെല്ലാം നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല, അതുപോലത്തെ നമ്മൾ വിചാരിക്കുന്ന ഇതെല്ലാവരിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ പോലും നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ എപ്പോഴും സമീപിക്കും. നമ്മൾ പ്ലീസ് ചെയ്യണമെന്ന് ഒരിക്കലും പാടില്ല. പ്ലീസിങ് മെൻറ്റാലിറ്റി ഒരിക്കലും കീപ്പ് ചെയ്യാൻ പാടില്ല. പ്ലീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ തന്നെ ബ്രേക്ക് ഡൗൺ ആവും. ഈ പ്ലീസിങ് മെൻറ്റാലിറ്റി, ഒരു പ്ലീസിങ് ഡോട്ടർ ഇൻ ലോ, ഒരു പ്ലീസിങ് സിസ്റ്റർ ഇൻ ലോ, അല്ലെങ്കിൽ അനിയത്തി, ചേട്ടത്തി അങ്ങനെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാലും, മരുമോളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈഫൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും നമ്മളെ സെൽഫ് എസ്റ്റീമും ആണ് നമ്മൾ കളയുന്നത്. അപ്പോൾ നമ്മളെ ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളെ ബൗണ്ടറീസ്, നമ്മുടെ വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ലൈനിൽ അവരെയൊക്കെ അപ്രോച്ച് ചെയ്യുക. അതായത് നമ്മളെപ്പോഴും ഫുൾ ഇൻറ്റിഗ്രിറ്റിയോട് കൂടി നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ടാസ്ക്, നമുക്ക് തന്നെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുക. എപ്പോഴും പോസിറ്റീവായിരിക്കുക. നമ്മളെ എൻവയൺമെൻറ്റും നമ്മൾ പോസിറ്റീവാക്കാൻ നോക്കാം. നെഗറ്റീവായിട്ടുള്ള എല്ലാ എൻവയൺമെൻറ്റിൽ നിന്നും നമ്മൾ എപ്പോഴും ഇഗ്നോർ ചെയ്യുക. നമ്മളെല്ലാ ചാലഞ്ചസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഏത് റിസ്ക് ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത് നമ്മൾ നല്ല ഒരു ലീഡ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ലീഡ് ചെയ്യുക. അത് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാതിരിക്കുക. നമ്മൾ അതൊരു ചാലഞ്ചസിനെയും നമ്മളൊരിക്കലും ഏറ്റെടുക്കാനുള്ള മനസ്സ് നമ്മൾ എടുക്കുക. എന്നിട്ട് അതോടുകൂടി നമ്മൾ ആ റിസ്കുകളൊക്കെ കുറയും. നമ്മളെല്ലാ ചാലഞ്ചസിനെയും ഫേസ് ചെയ്യുക. അപ്പം തന്നെ നമുക്ക് എല്ലാ ഫാമിലിയിലുള്ള എല്ലാ റോളും നമുക്ക് ലീഡ് ചെയ്യാനും പറ്റും. ഫാമിലി എന്ന് മാത്രമല്ല, സൊസൈറ്റിയിലും അതുപോലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ ചാലഞ്ചസും നമുക്ക് എല്ലാം പടച്ചവൻ്റെ തവക്കലോടു കൂടി നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എല്ലാം നടക്കും എന്നുള്ളൊരു അഫർമേഷനിലോടുകൂടി, അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ടോടു കൂടി നമ്മൾ ഇറങ്ങാം. അപ്പോൾ പോസിറ്റീവ് തോട്ടോടെ ഇറങ്ങുമ്പോൾ എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് വരും. അതാണല്ലോ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ, നല്ലത് കൊടുക്കുമ്പോൾ നല്ലതിനെ നമുക്ക് തിരിച്ചു വരുള്ളൂ. അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നല്ലതാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടും എപ്പോഴും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അത് സൊസൈറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മളൊരു ജോബ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് പ്ലേസിൽ അവിടെ പോയാലും നമ്മുടെ കോളേജിന് കൊടുക്കുന്ന ഇൻപുട്ട് എപ്പോഴും നന്നായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും. ഫാമിലിയിൽ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എപ്പോഴും നന്നായിരിക്കുക. എല്ലാവരോടും അതേ നല്ലൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. നല്ല ആറ്റിറ്റ്യൂഡ്സ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഒരിക്കലും അവരോട് ഫേക്ക് ആറ്റിറ്റ്യൂഡ്സ് വെക്കരുത്. ഫേക്ക് ലവ് അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ലവ്, അതുപോലെ ഫേക്കായിട്ടുള്ള ഹേറ്റ്രഡ് ഒന്നും തന്നെ ഫേക്കാക്കരുത്. ഒന്നും ഫേക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെല്ലാം കാണിക്കുന്നതെന്തും നമ്മൾ ട്രുത്തായിട്ട് കൊടുക്കുക. ഫുൾ ഇൻറ്റിഗ്രിറ്റിയോട് കൊടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് വരുന്ന കാര്യങ്ങളും നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റും നമ്മുടെ സെൽഫ് എസ്റ്റീമും നമുക്ക് കളയാതെ പറ്റും. നമ്മൾ ചെയ്യുന്ന ടാസ്ക് നമ്മൾ തന്നെ ചെയ്യുക. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നമ്മളെ മദർഹുഡ് അത് നന്നായിട്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുക. നമ്മുടെ മക്കളെ നന്നായിട്ട് നോക്കുക. അതൊക്കെ തന്നെ നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് നന്നായിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു മദർ ആവാൻ പറ്റും, നല്ലൊരു വൈഫാവാൻ പറ്റും, നല്ലൊരു ഡോട്ടറിലോ ആവാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് സൊസൈറ്റീനെയും ഫാമിലീനെയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നല്ല ഡോട്ടറും ഒക്കെ ആയി തീരും. That's all for the day. Thank you so much. If you like this video, please share and subscribe.